അഭ്യുദയകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും അടുത്ത ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ മുടവപ്പാറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് കുറച്ച് വലത്തോട്ട് തിരിഞ്ഞ് പോയി കഴിയുമ്പോഴേക്കും ഒരു തുരങ്കപാതയുണ്ട്. ബാലാരം റെയിൽവേ ഒരു തുരങ്കപാതയുണ്ട്. ഒരു 200 മീറ്റർ നീളവും 20 മീറ്റർ അടി താഴ്ചയുള്ള ഒരു തുരങ്കപാതയുണ്ട്. അതിന് ഇടതുവശത്താണ് വിഴിഞ്ഞം സീപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് റെയിൽവേ കണക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെയാണ് സിഗ്നൽ സ്റ്റേഷനും യാർഡും എല്ലാം വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. പ്രധാനമന്ത്രി മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി വന്ന് കമ്മീഷൻ ചെയ്യുകയാണ് 1ാം ഘട്ടം. അപ്പം ഇപ്പം തന്നെ 250 കപ്പലുകൾ, വലിയ കപ്പലുകൾ വരും. ട്രാൻസ്ഷിപ്മെൻറ്റ് ഫീഡർ കപ്പലിലേക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 250ഓളം കപ്പലുകൾ വന്നു കഴിഞ്ഞു. അത് വലിയ മദർഷിപ്പുകൾ ഇവിടെ വരും. അത് ചെറിയ ഫീഡർ കപ്പലിലേക്ക് അത് ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്ത് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ അവിടെ ഓൾറെഡി പ്രാദേശിക റോഡുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടന്നതായിട്ട് നമുക്ക് അറിവില്ല. നാട്ടുകാരിൽ നിന്നും പ്രാദേശികപരമായുള്ള ഇതിൽ നിന്നും നമുക്കങ്ങനെ ഒരു അറിവില്ല. അപ്പോൾ അവർ പറഞ്ഞു രാത്രി വല്ലതും കൊണ്ടുവരികയോ ചെയ്താലെന്ന് അറിയത്തില്ല. പകലങ്ങനെ കാണുന്നില്ല എന്നവർ പറയുന്നു. അപ്പം ഏറ്റവും വലിയ കപ്പലായ MSW തുർക്കി എന്ന് പറയുന്ന കപ്പലിവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനേക്കാൾ മറുപടി ഇനി വരാനില്ല. അപ്പോൾ മദർഷിപ്പാണെന്നുള്ളതിന് എവിഡൻസും തെളിവും എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 1ാം ഘട്ടത്തിൻ്റെ കമ്മീഷൻ ചെയ്യുകയും 2, 3, 4 ഘട്ടങ്ങൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തുരങ്കപാത 10.7 കിലോമീറ്റർ തുരങ്കപാത വിഴിഞ്ഞത്ത് നിന്ന് പള്ളിച്ചൽ വഴി ഇങ്ങനെ ഈ മുടവപ്പാറ ബാലാരത്ത് വന്ന് ചേരുകയാണ്. യഥാർത്ഥ ബാലരാമപുരത്തിനും നേമത്തിനും ഇടക്കുള്ള മുടവപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സിഗ്നൽ സ്റ്റേഷൻ യാർഡും ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. ഇവിടം വരെ ബാലാരത്ത് ഇവിടെ ഇത് താഴെ കാണുന്ന സ്ഥലത്തിൻ്റെ പേര് കൊടിനട എന്നാണ്. അപ്പോൾ കൊടിനട വരെ ആണ് ഈ റോഡ് വികസനം വന്നിരിക്കുന്നത്. അതും 30.2 മീറ്റർ വീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ റോഡിലൂടെയും ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത യഥാർത്ഥ ഹൈവേ എന്ന് പറയുന്നത് 45 മീറ്ററാണ്. ആദ്യം ഇവിടെയുള്ള അന്നത്തെ പ്രതിപക്ഷം ഇരുന്ന് സമരം ചെയ്ത് ആൾക്കാരെ എല്ലാം ഇളക്കി, ഇവിടുത്തെ കച്ചവടക്കാരെ എല്ലാം ഇളക്കിയാണ് ഇത് 30.2 മീറ്റർ ആക്കിയത്. ഇപ്പം ഇതിലൂടെയും ഇപ്പം അത് തുടങ്ങിയ സമയത്ത് കുഴപ്പമില്ല. 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ഇതും ബ്ലോക്കായി, പഴയതുപോലെയുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഇവിടുന്ന് ബാലാരത്ത് നിന്ന് നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണില്ല. എങ്കിലും ഇതും ഭയങ്കര തിരക്കാണ്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുടവപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സീപോർട്ടിൽ നിന്ന് റെയിൽവേ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ മുടവപ്പാറയുടെ അവിടെ വന്നിട്ടാണ് റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു വെച്ചാൽ ഈ കരമന കളിക്കാനുള്ള റോഡ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയതാണ് ഇവിടം വരെ കാണുന്നത്. അന്നേരം കൊടുത്ത ഉടമ്പടിയും കൊട്ടേഷനും ഒക്കെയാണ് ഇവിടം വരെ കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ 10 കൊല്ലമായിട്ട് ഒരു അനക്കമില്ലാതെ കിടന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അതിന് ജനങ്ങളുടെ മറ്റുള്ള പ്രതിപക്ഷവും മറ്റ് പാർട്ടികളൊക്കെ ഇതിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം. കാര്യം ഖജനാവ് പൂച്ചപറ്റി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പൂച്ചപറ്റി കിടക്കാത്ത സമയത്ത് ഇതിന് വേണ്ട വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ GST ഒക്കെ വന്ന് നമ്മുടെ തോമസ് ഐസക്ക് GST ഒക്കെ വലുതാണ്, നല്ലതാണ്, മനോഹരമാണെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ആ GSTക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും GST അല്ലായിരുന്നു യഥാർത്ഥ പ്രശ്നം. ആ പരിധി വിട്ട് ഹിബിയിലേക്ക് ഫണ്ട് കളക്ട് ചെയ്ത് നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകുന്നതാണ് ഈ മുടവപ്പാറ എന്ന് പറയുന്നത്. അവിടെ റെയിൽവേ കണ്ടെയ്നർ റെയിൽവേ കണക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെയാണ്. ഈ മുടവപ്പാറ ഇടത് സൈഡിലാണ് വന്ന് അതിൻ്റെ യാർഡ് വന്ന് അതിൻ്റെ സ്റ്റോപ്പും യാർഡും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ക്ഷേത്രങ്ങളുടെ 2 വശത്തും ക്ഷേത്ര ഉത്സവത്തിൻ്റെ മൈക്ക് വച്ചിരിക്കുകയാണ്. അപ്പം ഇരുഭാഗത്തുനിന്നും ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു തുരങ്കപാതയുടെ മുകളിലാണ്.
200 മീറ്റർ നീളമുള്ള ഒരു തുരങ്കപാതയുടെ പുറത്തൂടെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം, ഇതെന്താണെന്ന് ചോദിച്ചറിയാം. അപ്പോൾ അതിൻ്റെ JCB ഒക്കെ അപ്പോൾ ഇത് 1-2 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മണ്ണും ഒക്കെ ആയിട്ട് JCB പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ആ സൈഡെന്ന് പറയുന്നത് ബാലാരം റെയിൽവേ സ്റ്റേഷൻ, അങ്ങോട്ട് പോകുമ്പോൾ നേമം, അതായത് തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ് നേമം. അപ്പോൾ ഈ നേമത്തിനും ബാലാമരത്തിനും ഇടയ്ക്കാണ്. ഇപ്പം നമുക്കിവിടെ ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷൻ, അത്രയ്ക്ക് ഇരുഭാഗത്തുനിന്നും ഈ സെറ്റ് വർക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് ഈ തുരങ്കപാതയുടെ മുകളിൽ കൂടെയാണ് ഈ വാഹനങ്ങളൊക്കെ പോകുന്നത്. ഈ JCB എല്ലാം കിടക്കുന്ന തുരങ്കത്തിൻ്റെ മുകളിലാണ്. 200 മീറ്റർ നീളമുള്ള തുരങ്കമാണ് ഇതിൻ്റെ താഴെയുള്ളത്, ട്രെയിൻ പോകാനുള്ള ബാലരാമപുരം. ഇത് ഇപ്പോൾ ഇവിടെ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ 4 വഴിക്കും ഉണ്ട് JCB കൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ, വീടൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ പാത ഇരട്ടിപ്പിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇപ്പോൾ 1-2 മാസമായിട്ട് അതിൻ്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മളിവിടെ ഈ തുരങ്കപാതയുടെ പുറത്ത് വരാൻ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി ഒരു തുരങ്കപാത നിർമ്മിക്കുന്നതിന് നെതർലാൻഡിൽ നിന്ന്, അവിടെ ഒരുപാട് തുരങ്കപാതകളുണ്ട്, അതുകൊണ്ട് നെതർലാൻഡിൽ നിന്ന് നെതർലാൻഡിൽ അവിടുത്തെ അവരുടെ ആഘാത പഠനം കൂടെ ഇവിടെ നടത്തണമെന്നും പറഞ്ഞ് ഒരു പ്രഖ്യാപനങ്ങൾ നടത്തി, ബിസിലിനെ ഏൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തുരങ്കപാതകളെല്ലാം ഇത് കണക്കിന് നെതർലാൻഡിൻ്റെ അഭിപ്രായം തേടിയിട്ടാണോ ഇന്ത്യയിലുള്ള തുരങ്കപാതകളെല്ലാം നിർമ്മിക്കുന്നതെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ 200 മീറ്റർ തുരങ്കപാതയുടെ മുകളിലാണ് നിന്നിട്ട് ഈ JCB വാഹനം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന തുരങ്കപാതയുടെ മുകളിൽ കൂടെയാണ്. അപ്പോൾ ഈ തുരങ്കപാത ഈ നെതർലാൻഡിലെ ഇത് കൊണ്ട് 20 മീറ്റർ ആഴത്തിലാണ്, 20 മീറ്റർ താഴെയാണ് ഈ തുരങ്കപാത ഉള്ളത്. 10.7 കിലോമീറ്റർ നീളത്തിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത്. അതിലെ വിഴിഞ്ഞം തുടക്ക ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമാണ് പാലം, വേണ്ട കുറച്ച് ഭാഗം മാത്രമാണ്. ഇതിപ്പോൾ ഇത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റെയിൽവേ പാതയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പാതയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്ഥലം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഈ വീടെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പാത ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് വർഷങ്ങളായി ഈ പാത ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥലമൊക്കെ അവർ ഏറ്റെടുത്തിട്ടിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് പൊളിച്ചു തുടങ്ങിയത്, പൈസ കൊടുത്ത് പൊളിച്ചു തുടങ്ങി ഇപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്താണ് വിഴിഞ്ഞത്തുനിന്ന് വരുന്ന കണ്ടെയ്നർക്ക് യാർഡ് നിർമ്മിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ബാലാരം റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് ബാലാരം റെയിൽവേ സ്റ്റേഷനുള്ളത്. അപ്പം ആ റെയിൽവേ സ്റ്റേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു യാർഡ് വന്നിട്ട് ഇവിടെ ഒരു പ്രത്യേക സിഗ്നൽ സ്റ്റേഷനൊക്കെ വരുമെന്നാണ് പറയുന്നത്. 1200 കോടി രൂപയോളം ഇതിന് റെയിൽവേ തുരങ്കപാതയ്ക്ക് വേണ്ടി 2023 അനുവദിച്ചാണ്. എന്നിട്ട് ആ ഫണ്ടൊക്കെ എന്തായെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഏതാനും 18 വീടുകളും കുറച്ച് മരങ്ങൾ ഇങ്ങനെ മരങ്ങളുമൊക്കെ മാത്രമാണ് ഈ റെയിൽവേ കണക്ടിവിറ്റിക്ക് ഈ തുരങ്കപാത നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 10-18ഓളം വീടുകളും കുറച്ചധികം മരങ്ങളും മാത്രമാണ് നഷ്ടപ്പെടുന്നത്. അവരെ മാത്രമേ മാറ്റി സ്ഥാപിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളൊരിടത്ത് ഇത്രയും നാളായിട്ടും ആ തുരങ്കപാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഖജനാവിൽ ഫണ്ടില്ല, പൂച്ചവറ്റ് കിടക്കുന്നതുകൊണ്ടുള്ളൊരു പ്രതിസന്ധിയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഇതിന് ഉദാഹരണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ കരമന കളിക്കവള റോഡ് തന്നെ ഈ സർക്കാർ തന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10ാമത്തെ കൊല്ലമാകുകയാണ്. ആ 10 കൊല്ലത്തിനുള്ളിൽ ഒരു നീക്കുപോക്കുകളും ഇതുവരെ അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല. കിഫ്ബി വന്നിട്ട് പല തരത്തിലൂടെ പഠനം നടത്തിയിട്ടുണ്ട്. ആ ബാലാരം ജംഗ്ഷനിൽ അടിപ്പാത വേണോ മേൽപ്പാത വേണോ തർക്കങ്ങൾ
അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വികസിപ്പിച്ച കണക്ക് വികസിപ്പിച്ചാൽ തന്നെ ആ ജംഗ്ഷൻ കുറച്ചുകൂടെയൊക്കെ വീതി കൂട്ടി എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബാലവാരം വരെ വന്ന ആ 30.2 മീറ്റർ തന്നെ വികസിപ്പിച്ചാൽ തന്നെ ഇവിടുത്തെ യാത്രാക്കുരുക്ക് തീരുമെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ തീരുന്നില്ലെങ്കിൽ പിന്നീടാണല്ലോ അടിപ്പാതയും മേൽപ്പാതയും നിർമ്മിച്ചാൽ മതി യഥാർത്ഥത്തിൽ. അപ്പം ഓൾറെഡി അവിടെ സ്ഥലം ഏറ്റെടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് കളിക്കവിളിലേക്ക് റോഡ് വികസനം നടത്താൻ പറ്റും. 10 കൊല്ലമായിട്ട് അതിന് യാതൊരു വിധ നീക്കുമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴാണ് ഏതാനും കടക്കാർക്ക് ആ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, അതാണ് അവർ പൊളിച്ചു മാറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അടുത്ത ഇലക്ഷൻ വരികയല്ലേ, അപ്പോൾ ഇലക്ഷൻ മുമ്പേ കണ്ണിൽ പണിയിടാൻ വേണ്ടി ചെയ്യുന്ന ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ആകെ സർക്കാരിനുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ 50,000 കോടി ക്യാപെക്സ് ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പലിശരഹിതമായതാണ്. 50 കൊല്ലമാണ്, 25 കൊല്ലം, അത്ര കൊല്ലത്തിലൂടെ അടച്ചാൽ മതി. അപ്പോൾ ആ പിടിവള്ളിയിൽ അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇലക്ഷനെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ MOU ഒപ്പിട്ട് തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് അദാനിയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് അത് നടപടിയായില്ലെങ്കിൽ അദാനി കോടതി പോകും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അതിന് കറക്റ്റായിട്ടായിരുന്നു അത് ഫോളോ അപ്പ് ചെയ്തത്. അത് ഇത് കണക്കന്നെ ഉഴപ്പിക്കഴിഞ്ഞാൽ ഈ കലമ്പനെ കളിക്കാൻ ഇത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതാണല്ലോ. അപ്പോൾ ഇത് കണക്ക് ഉഴപ്പിക്കഴിഞ്ഞാൽ അദാനി കോടതി പോയി അതിൻ്റെ ഓർഡർ വാങ്ങിക്കും. MOU ഒപ്പിട്ടാണല്ലോ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ഇപ്പം തന്നെ പറയുന്നില്ലേ, നെതർലാൻഡിലും അവിടെ ഒരുപാട് തുരങ്കപാതകൾ ഉള്ളതുകൊണ്ട് അവിടുന്ന് ഒരു സംഘം വന്ന് ഇവിടെ പഠിക്കണം, ഈ ആഘാത പഠനത്തിന് പഠിക്കണമെന്ന് പറഞ്ഞ്. അതിനു മുമ്പ് 2023 ധൻബാദിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് സെൻറ്ററിന് ഉണ്ടാക്കുന്നതിൻ്റെ ആഘാത പഠനത്തിന് വേണ്ടി അനുമതി കൊടുത്തതാണ്. അവർ ആഘാത പഠനം നടത്തി അതിൻ്റെ ഇത് കൊടുത്തിട്ട് 1 വർഷത്തിലേറെയായി. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പഠനരേഖ പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ നെതർലാൻഡിൽ നിന്നുള്ള പഠന സംഘം വന്ന് ഇവിടെ പഠിച്ചാലേ ഈ തുരങ്കപാത നിർമ്മിക്കാൻ പറ്റുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ആ ധൻബാദിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് ഇവിടെ പഠനം നടത്തി യാതൊരു കുഴപ്പമില്ലെന്നുള്ള ഇത് കൊടുത്തതിന് ശേഷമാണ് ഈ 18 വീട്ടുകാരും അതിനോടനുബന്ധിച്ച് ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിന് അനുബന്ധിച്ചുള്ള പരിസര പ്രദേശത്തുള്ള വീട്ടുകാരുടെ ആശങ്കകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സുകൾ പബ്ലിക് ഹിയറിംഗ് വെച്ചിരുന്നു. ആ പബ്ലിക് ഹിയറിങ്ങിൽ അവരുടെ ആശങ്ക ദൂരീകരിച്ച് അതെല്ലാം കഴിഞ്ഞതാണ്. അപ്പം വീടുകൾ ആയിട്ട് മാറുന്ന 10-18 വീടേ ഉള്ളെങ്കിൽ അതിൻ്റെ സമീപപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഈ തുരങ്കപാതയുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് ഹിയറിംഗ് വെച്ചതാണ്. അപ്പോൾ ഈ പഠനാഘാതത്തിൻ്റെ ഇത് കൊടുത്തതിന് ശേഷമാണ് ഈ പബ്ലിക് ഹിയറിംഗ് വെക്കുന്നത്. അതും കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടാതെ ഈ ആഘാത പഠനം നടത്താതെ കേന്ദ്രത്തിൻ്റെ അനുമതി പോലും കേരളിന് അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ കേരളിന് വേണ്ടിയിട്ട് കുറ്റിയിടുകയും വീട് അടിച്ച് തകർക്കുകയും വീട് അടിച്ച് ആൾക്കാരെ ഉപദ്രവിക്കുകയും സമരം ചെയ്യുകയും പ്രശ്നങ്ങൾ കേരളയിൽ നടത്താൻ പോകണമെന്നും പറഞ്ഞ് വലിയ അടിയും ബഹളവും വീടുകളൊക്കെ തല്ലി തകർക്കുകയും എല്ലാം ചെയ്ത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അത്രയും വീടുകളില്ല, വെറും 18 വീടുകളേ ഉള്ളൂ. ആ 18 വീടുകൾ ഈ നമ്മുടെ ഇതിനകത്ത് 6-ാം തമ്പനകത്ത് പറയുന്ന കണക്ക് പുഷ്പം പോലെ പൂ പറിക്കും പോലെ ഈ പാർട്ടിക്ക് പറിച്ചു മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ നടത്താത്തതെന്നുള്ള 1200 കോടി 1115 കോടി രൂപയോളം ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്നാണ്, അനുമതി കൊടുത്തിട്ടുണ്ട് ഈ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട്. അത് കൂടാതെ 200 കോടി രൂപ ഈ വീടുകളൊക്കെ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. സാമുദായിക സാംസ്കാരിക കേന്ദ്രങ്ങളോ ജനനിബിഡമായ സ്ഥലങ്ങളോ ഒന്നും ഈ തുരങ്കപാതയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് മരങ്ങളും 18 വീടുകളും മാത്രമേ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ.
ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഇപ്പോൾ നെതർലൻഡിൽ നിന്നുള്ള പഠന സംഘം വന്ന് ആഘാത പഠനം നടത്തിയിട്ടാണ് ഇന്ത്യയിലുള്ള എല്ലാ തുരങ്കപാതയും നിർമ്മിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ശരിയല്ലേ? ധാരാളം തുരങ്കപാതകൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ തുരങ്കപാതകളിലെല്ലാം ഇത് കണക്ക് നെതർലൻഡിലെ അഗാധ പഠനം നടത്തിയിട്ടാണെന്നുള്ളത്. അങ്ങനെയും കുറച്ച് പണം ചിലവാക്കാമെന്നുള്ളതല്ലാതെ ഇത് കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിലാണല്ലോ കേരളത്തിൻ്റെ അതിനനുസരിച്ചുള്ള ഫണ്ട് വികസന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് യഥാർത്ഥത്തിൽ കിട്ടാത്ത കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ വേറെ ഇതൊന്നുമില്ല. കാര്യം അത് മാത്രമല്ല, ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഒരുമിച്ച് ഇപ്പോൾ ഒന്നാം ഘട്ടമാണല്ലോ കഴിഞ്ഞിരിക്കുന്നത്. ബർത്ത് നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. ബർത്ത് നിർമ്മാണവും പുല്ലുമുട്ട് നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഒരുമിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയും കാത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത് നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തിക്കഴിഞ്ഞാൽ 5 കൊല്ലത്തിനുള്ളിൽ അത് പൂർത്തിയാക്കണമെന്നാണ് കേരള സർക്കാരുമായിട്ട് ഇപ്പോൾ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത് അദാനി. അപ്പോൾ അത് പുതിയ MOU, പഴയ MOU ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ MOU ഒപ്പിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. 5 കൊല്ലത്തിനുള്ളിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കിയാലും ഈ തുരങ്കപാതയ്ക്കും 5 കൊല്ലം വേണം എന്നാണ് പറയപ്പെടുന്നത്. ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിനും 5 കൊല്ലം വേണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ ഈ തുരങ്കപാതയും നിർമ്മിച്ചാൽ മാത്രമേ രണ്ടും ഒരുമിച്ച് നടക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു യാഥാർത്ഥ്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ 250-ലധികം ഷിപ്പുകൾ ഈ വിഴിഞ്ഞം പോർട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഷിപ്മെൻ്റാണ് ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതല്ല നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ റോഡ് ടച്ച് ചെയ്ത് ഒരു കണ്ടെയ്നറും ഇതുവരെ പോയതായിട്ട് പ്രാദേശിക അറിവിൽ നിന്നില്ല. ഇനി രാത്രി കാലങ്ങളിൽ വല്ലതും കൊണ്ടുപോവുകയോ ചെയ്താന്ന് അറിയത്തില്ല. പകൽ അങ്ങനെ ഒരു റോഡ് ടച്ച് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ. അപ്പോൾ ഈ 250-ലധികം ഷിപ്പുകൾ വന്ന് ചെറിയ ഫീഡർ കപ്പലിലേക്ക് അത് ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഇറക്കിയൊക്കെ ഇപ്പോൾ 250-ലധികം കപ്പലുകൾ വന്നിട്ട് ഇപ്പോൾ MSW തുർക്കി MSW എന്നും പറഞ്ഞ് ഏറ്റവും വലിയ കപ്പലും ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ കയ്യിൽ സർക്കാർ ഈ ധനവിനിയോഗത്തിൻ്റെ ഒരു പോരായ്മ കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാര്യം വിഴിഞ്ഞം സീപോർട്ട് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ വികസിക്കേണ്ട ഒരു റോഡാണ് ഈ കരമന കളിക്കാവുള്ള റോഡെന്ന് പറയുന്നത്. അതും കേന്ദ്രത്തിൻ്റെ കേന്ദ്ര റൂൾ അനുസരിച്ച് 45 മീറ്ററാണ് ഈ ഹൈവേ NH-47 ഹൈവേ വരേണ്ടത്. ഇവിടെ സമരം ചെയ്ത് 30.2 മീറ്ററാക്കി. ശരി, 30-30. അപ്പോൾ അത് ഇത് തന്നെ ഇപ്പോൾ 10-12 കൊല്ലമായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ ഔട്ടറിങ് റോഡ് എന്ന് പറയുന്നത്. ഈ ഖജനാവ് പൂച്ച വെച്ച് കിടക്കുന്ന പാട്ട് ഇത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ലാൻഡ് അക്വിസേഷൻ ചെയ്ത് ഹൈവേ അതോറിറ്റിയെ കൊടുത്താലല്ലേ ഇവരുമൊക്കെ ആയിട്ട് ഫണ്ട് ഷെയർ ചെയ്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പകുതി 30, 40, 50, 60 എന്നൊക്കെ പറഞ്ഞ് ശതമാന കണക്കൊക്കെ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നതിന് അടിയന്തര പ്രാധാന്യത്തോടെ ഈ ഔട്ടറിങ് റോഡിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലെന്നുള്ളതാണ്. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ബൈപ്പാസിലേക്ക് കണക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഔട്ടറിങ് റോഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സിറ്റി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ല വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം ആൾക്കാരാണെന്തോ ഉള്ളത്. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് സിംഗപ്പൂരും ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പോർട്ടിന് സമീപ പ്രദേശത്ത് ഹയർ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ പോർട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഹയർ ബിൽഡിങ് വരുന്നതിനും വ്യവസായ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹയർ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഔട്ടറിങ് റോഡെന്ന് പറയുന്നത്. അതൊരു 10-25 കൊല്ലത്തിനുള്ള യാഥാർത്ഥ്യമാകുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ റോഡ് വികസനം നടത്തണമെങ്കിലും ഈ 10-25 കൊല്ലത്തിനുള്ള യാഥാർത്ഥ്യമാകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഡോക്യുമെൻറ്റ്സാണ് ഈ വാങ്ങിച്ചു വെച്ചിട്ട്, പാവങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചു വെച്ചിട്ടാണ് അതുങ്ങളിപ്പോൾ തെരുവിൽ സമരം ചെയ്ത് കിടക്കുകയാണ്.
ഈ ഈ അടുത്ത് തന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ തുരങ്കപാതയുടെ ഇവിടെ ഇത് 200 മീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കപാതയാണ്. 20 മീറ്റർ താഴ്ചയിലൂടെയാണ് ഈ തുരങ്കപാത പോകുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത് വളരെ ഇത്ര ധൃതി പിടിച്ച് എടുക്കേണ്ട ഒരു ഇതല്ല. അപ്പോൾ കരവനെ കളിക്കാനുള്ള റോഡ് അത്ര അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട റോഡ് പോലും ഇങ്ങനെ 10 കൊല്ലം ദൈർഘ്യമായിട്ട് പോകുമ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിനാണ് പാവങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെച്ച് അവരെ കബളിപ്പിച്ച് കൊണ്ട് നടക്കുന്നത്. ഇവിടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇവിടെ എല്ലാം JCB ഒക്കെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്തൂടെയാണ് ഈ ഇത് പോകുന്നത്. വാഹനങ്ങളെല്ലാം പോകുന്ന തുരങ്കപാതയുടെ പുറത്തൂടെയാണ്. അതിന് മറ സൈഡ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ബാലാന സൈഡ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ അതിനുള്ളിൽ ഈ ക്യാപെക്സിൻ്റെ ഒക്കെ ഫണ്ട് കിട്ടി ഈ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുത്ത് അതിന് തികയുവാന്നറിയത്തില്ല. ഇപ്പം കിട്ടുന്ന ഈ കടമെടുക്കുന്നത് ഇപ്പം തന്നെ ഈ കടമെടുക്കുന്ന പൈസയിൽ 90% ശമ്പളം കൊടുക്കാൻ പോലും തികയുന്നില്ല. അതാണ് അവസ്ഥ. ഇപ്പം തന്നെ 3.5 ലക്ഷം കോടിയോളം സർക്കാർ കടത്തിലാണ്. വീണ്ടും കടമെടുക്കുന്നത് എടുത്ത കടത്തിൻ്റെ പലിശ അടക്കാൻ പോലും തികയുന്നില്ലെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ, വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം പിന്നെ ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 50,000 ക്യാപെക്സിൻ്റെ ഫണ്ട് 50,000 രൂപ കിട്ടും. അത് നല്ല രീതിയിലൊക്കെ വിനിയോഗിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായേക്കാം. നേരെ കാണുന്നതാണ് ബാലാര. ഇവിടുന്ന് 1.5 കിലോമീറ്റർ കാണും. 1.5 കിലോമീറ്ററാണ് നേരെ കാണുന്നതാണ്. അപ്പം പുള്ളി പറയാണ് ഈ ഭാഗത്താണ് ഈ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനലിൻ്റെ തുരങ്കത്തിൻ്റെ യാർഡ് പറഞ്ഞത് ഇവിടെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടെയല്ല, ഈ തുരങ്കത്തിൻ്റെ ഈ റൈറ്റ് സൈഡിലാണ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പുള്ളിക്കത് അറിയാൻ പാടില്ലായിട്ടായിരിക്കും. ലെഫ്റ്റ് സൈഡിലല്ല, റൈറ്റ് സൈഡിലാണ് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാർഡ് വരുന്നത്. ഇവിടെയാണ് സിഗ്നൽ സ്റ്റേഷനൊക്കെ വരുന്ന അവിടെയാണ്. ഇങ്ങനെ കറങ്ങിയിട്ടാണ്, പള്ളിച്ചൽ വഴിയായിട്ടാണ് ഇങ്ങനെ കറങ്ങിയിട്ടാണ് പറഞ്ഞത്. അതുവഴിയല്ല പറഞ്ഞത്, ഈ തുരങ്കപാത പറഞ്ഞത്. പുള്ളിക്കത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. പുള്ളി 2 ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പാരായണങ്ങളും പാട്ടുകളും ഭക്തിഗാനങ്ങളും എല്ലാം നടക്കുകയാണ്. അപ്പം അത് നടക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ച കുറച്ചധികം ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവർ ഈ ഡോക്യുമെൻറ്റ്സും കൊടുത്ത് ഈ ഇപ്പോൾ തൂങ്ങിച്ചാകേണ്ട അവസ്ഥയിലാണ്, സമരമൊക്കെ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അടുത്ത നിയമസഭാ ഇലക്ഷൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ക്യാപെക്സിൻ്റെയൊക്കെ ഫണ്ട് വിനിയോഗിച്ച് അത് നടത്തി എടുക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ കിട്ടുമെന്ന് പറയാമെന്ന്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ പിണറായി എന്ന് പറഞ്ഞില്ല, ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുത്തവർക്ക് അത് കിട്ടുമോയെന്ന്, അവരുടെ സ്ഥലം ഏറ്റെടുത്തതിൻ്റെ ഫണ്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്നതുകൊണ്ടുള്ളതാണ്. ധനവിനിയോഗം കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതിൻ്റെ ഒരു ഇതാണ്. അതിപ്പം ഞാൻ പറഞ്ഞില്ല, ഓട്ടോമൊബൈൽസ്, നമ്മളിപ്പോൾ ഓട്ടോമൊബൈൽസ് കാണിച്ചില്ലേ, അതുകളൊക്കെ കാണുന്നേ അഴിമതി നടത്താനും എല്ലായിടത്തും ഒരുപാട് കണക്കിന് സഹകരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാടില്ലേ സർക്കാരിൻ്റെ കീഴിൽ. എല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ്, എല്ലാ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഇലക്ഷന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ ശാശ്വതപരമായ ഒരു ഈ വിഴിഞ്ഞം പദ്ധതിക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, കൈതമന കളിക്കാനുള്ള റോഡ്, അത് ശാശ്വതമായില്ല. അപ്പോൾ അതുപോലെ അതാണ് ഇപ്പം കിടക്കുന്നത്. അപ്പോൾ 10 കൊല്ലത്തിനുള്ളിൽ 1 കിലോമീറ്റർ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 6 മണിയാകാറായി. അപ്പം നമുക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് അങ്ങ് പോകാം. ഒരു ട്രെയിനിൻ്റെ വീഡിയോ എടുത്തിട്ട് നമുക്കങ്ങ് പോകാൻ പറ്റുമോയെന്ന് നോക്കാം. അപ്പം അതുകൂടെ എടുത്ത് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ആ പാവങ്ങളെ കൗളിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ എന്ന് പറയുന്നത്. യാതൊരു തർക്കവുമില്ല. കാര്യം 20-25 കൊല്ലത്തുള്ള കാര്യം. ഇപ്പം സിംഗപ്പൂർ, ദുബായ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഹയർ ബിൽഡിങ്ങുകളൊക്കെ
ധാരാളം ഹയർ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അതിന് ചുറ്റും സീ പോർട്ടിന് ചുറ്റുമൊക്കെ 2 കോടി ജനങ്ങളാണ് അധിവസിക്കുന്നത് ഈ ഹയർ ബിൽഡിങ്ങിനായിട്ടുള്ള. അപ്പോൾ അതേ കണക്ക് ഇവിടെ ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. പുതിയൊരു സിറ്റി നിർമ്മിക്കുക, സംരംഭകർക്ക് വരാനും ഫാക്ടറികളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻ്റ് അടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഔട്ടർ റിംഗ് റോഡെന്ന് പറയുന്നത് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഷിപ്മെൻറ്റിന് ഇവിടെ ഓൾറെഡി ഇപ്പോൾ ബൈപ്പാസുമായിട്ട് കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നറൊക്കെ അതുവഴി പോകും, റോഡ് മാർഗമുള്ള. അതും തുടക്കത്തിൽ ഒരു 5% അതിൽ കൂടുതലൊന്നും നടക്കത്തില്ല. 95% കടൽ മാർഗവും ഫീഡർ കപ്പലോട് പോയി ഒരു 5% മാത്രമേ റോഡിലൂടെയുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഔട്ടർ റിംഗ് റോഡിന് ആവേശത്തോടു കൂടി ജനങ്ങളുടെ അടുത്ത് നിന്നൊക്കെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ച് വെച്ച് അവരൊക്കെ ഒളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് ന്യൂസ് ചാനലിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്, സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല. പിന്നെ ഹൈവേ അതോറിറ്റിയെ ഈ ഔട്ടർ റിംഗ് റോഡെന്ന് പറയുന്നത് ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഈ സർക്കാർ ഹൈവേ ആയിട്ടും അത് ബന്ധപ്പെടുത്തി അവരുടെ ചിലവിൽ ചെയ്യത്തക്ക രീതിയിലാക്കി അങ്ങനെ അത് 30%, 70% പദ്ധതിയൊക്കെ ആക്കി 50-50 ആയിരുന്നത് അത് മാറ്റി 40-60 30 അങ്ങനെ ഇപ്പോൾ 30-70% എന്നുള്ള രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സിമെൻറ്റിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ ടാക്സൊക്കെ GST ഒക്കെ ഒഴിവാക്കി കൊടുത്ത് അങ്ങനെ റോയൽറ്റിയും ഒക്കെ ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ ലാൻഡ് അക്വിസേഷൻ നടത്തി ഓരോ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയൊക്കെ ലാൻഡ് അക്വിസേഷൻ നടത്തി അത് ഹൈവേ അതോറിറ്റി ഏൽപ്പിച്ചാലല്ലേ ഹൈവേ അതോറിറ്റിക്ക് അതിൻ്റെ ഫണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഇതേവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതെല്ലാം നടപ്പിലാക്കി കൃത്യതയോടെ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്താലേ അവർക്ക് ഫണ്ട് കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഇതേവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നുള്ള കാര്യം. ആ 30% ഈ 50-50 എന്നുള്ളത് മാറി ഈ 30% സർക്കാരിൻ്റെ കൊടുക്കാൻ ഫണ്ട് വേണ്ടേ? ആ ഫണ്ട് സർക്കാരിലേക്ക് കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അതിന് ഒരു പദ്ധതി പറഞ്ഞ് അത് ഇത്ര കൊല്ലം കൊണ്ട് അടച്ചേക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയും കൂടെ നിൽക്കുകയാണ്. അപ്പം ഇപ്പം ഹൈവേ അതോറിറ്റിയുടെ ഇതിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഹൈവേ അതോറിറ്റിയുടെ ഇതിലാണ് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ ഹൈവേ അതോറിറ്റിക്ക് ലാൻഡ് അക്വിസേഷൻ എടുത്ത് കൊടുക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറാണ്. ലാൻഡ് അക്വിസേഷൻ നടത്തുന്ന അസിസ്റ്റൻ്റ് കളക്ടറാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് കളക്ടർക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ മിനിസ്റ്ററും മന്ത്രിസഭയൊക്കെ അതിന് അംഗീകാരം കൊടുത്താലല്ലേ, അനുമതി കൊടുത്താലല്ലേ ഈ ലാൻഡ് അക്വിസേഷൻ നടത്തി കളക്ടർക്ക് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കളിയാണ് ഈ ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഈ ഭൂമി എല്ലാം ഏറ്റെടുത്ത് അവർ എന്നിട്ട് കളക്ടറോട് ചോദിക്കുമ്പോൾ പുള്ളിക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ ഹൈവേ അതോറിറ്റിയോട് ചോദിക്കുമ്പോഴേക്കും അവർ പറഞ്ഞാൽ അവരെല്ലാത്തിനും ഓക്കെയാണ്, ലാൻഡ് അക്വിസേഷൻ നടത്തി അത് കൊടുത്താലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ 431 ഹെക്ടർ സ്ഥലമെടുക്കുന്ന അവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിൽ വീണ് കിടക്കുകയാണ്. സർക്കാരിൽ നിന്ന് ഈ അടുത്ത ഇലക്ഷന് മുമ്പ് പൈസ കിട്ടിയെന്ന് പറയാം. അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പ് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. അല്ല സർക്കാരിന് തരാൻ ഈ ഇലക്ഷൻ ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇലക്ഷനെ ബാധിക്കുമെന്നുള്ള ഒരു തോന്നിയിട്ട് തന്ന വലിയ കാര്യം. അതല്ലാതെ ഔട്ടർ റിംഗ് റോഡിന് വലിയ അടിയന്തര പ്രാധാന്യമില്ല. ഈ വിഴിഞ്ഞം പദ്ധതി വന്നില്ലെങ്കിലും വിഴിഞ്ഞം പദ്ധതി ഇല്ലെങ്കിൽ തന്നെ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ വികസിക്കേണ്ട റോഡെന്ന് പറയുന്ന കരവന കളിക്കാനുള്ള റോഡ്. ആ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഇതാണ് അവസ്ഥ. ആ സ്ഥാനത്ത് ബാക്കിയുള്ളവരുടെ അവസ്ഥ അതുപോലെ തന്നെ ഈ തുരങ്കപാതയുടെ കാര്യം പറഞ്ഞില്ലേ. ഈ തുരങ്കപാതയുടെ കാര്യം ഇത് തന്നെയാണ്. 5 കൊല്ലം കൊണ്ട് തുരങ്കപാത പൂർത്തിയാകത്തുള്ളൂ. ഈ 2-3 ഘട്ടമായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം നടക്കും. അദാനിയുടെ ഇതായതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് അത് 5 കൊല്ലത്തിൽ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് കേരള സർക്കാരുമായിട്ട് MOU ഒപ്പിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് പൂർത്തിയായാലും തുരങ്കപാത പൂർത്തിയാകത്തില്ല. തുരങ്കപാത കറക്റ്റായിട്ട് തുറന്ന് അതെല്ലാം നടപ്പിലാണെങ്കിൽ അതിന് 5 വർഷത്തെ കാലം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തുറന്ന് വരുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ കാലതാമസം വരെ. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കടലാക്രമണവും സുനാമിയൊക്കെ വന്നപ്പോഴേക്കും അതിൻ്റെ ആയിട്ടുള്ള രീതിയിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അതേ കണക്ക് പ്രകൃതിയുടെ ഇത് പ്രശ്നം കൊണ്ട് മലകൾ തുറക്കുമ്പോഴേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ വന്നാൽ നീണ്ടുപോകാം.
ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ തുരങ്കപാത നിർമ്മാണത്തിന് 5 കൊല്ലം എന്നുള്ള ചിലപ്പോൾ 6 കൊല്ലമായി പോകുന്നില്ലേ. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായാലും പോർട്ട് പൂർത്തിയായാലും തുരങ്കപാതയും പൂർത്തിയാകത്തില്ല. അതിനോടനുബന്ധിച്ച് തുരങ്കപാതയും പൂർത്തിയാകണമെന്നില്ല. വെറും 18 വീടേ ഉള്ളൂ. വെറും 18 വീട് പൊളിച്ച് മാറ്റി കുറച്ച് മരങ്ങൾ പൊളിച്ചു മാറ്റിയാൽ മതി. സാംസ്കാരിക നിലയങ്ങളോ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളോ ഒന്നും പൊളിച്ചു മാറ്റേണ്ടത് ഇല്ല. ആരും സമരം ചെയ്യാനും ഇല്ല. കേരളത്തിന് വേണ്ടി അടിച്ചു തകർത്തവരൊക്കെ CPM പാർട്ടി പ്രവർത്തകരൊന്നും മുമ്പ് അടിച്ചു തകർക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സർക്കാരിനെയാണ് വിമർശിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനിവാര്യമായൊരു ഘടകമാണ്. താഴെത്തട്ട് മുതൽ ജില്ലാതലം വരെ നല്ല പ്രവർത്തനം ജനങ്ങളുമായിട്ട് ഇരിച്ചത് നല്ല പ്രവർത്തനമാണ് അവർ. പക്ഷേ MLA MP മന്ത്രിമാരായിക്കഴിഞ്ഞാൽ അവർ ഈ കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതി, ജനങ്ങളുമായിട്ട് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത രീതിയിലുള്ള ഭരണവും അവരുടെ പ്രവൃത്തിയും അവരുടെ പ്രതികരണവും അവരുടെ വാക്കുകളും എല്ലാം ജനങ്ങളുമായിട്ട് ഏതോ ചന്തയിലോ ഉഗാണ്ടയിലോ പോയി പ്രവർത്തിക്കുന്ന രീതി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തോട് എനിക്ക് തൃപ്തികരമല്ല. പക്ഷേ എന്നാൽ താഴെ തട്ടിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സംഘടനാപരമായിട്ടാണേലും പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ തലം വരെയൊക്കെ ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പാർട്ടിയാണ് CPM. പക്ഷേ മന്ത്രി തലത്തിലും MLA തലത്തിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പരാജയമായിട്ടാണ് തോന്നുന്നത്. പ്രതീക്ഷക്കൊത്ത് ഉയരാനോ അല്ലെങ്കിൽ കൊടുത്ത വാഗ്ദാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനോ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഒരു വർഷം കൂടെ ഉണ്ട്. ആ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനം തന്നെയാണ്. അപ്പം സർക്കാരും പാർട്ടിയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ധാരാളം സുഹൃത്തുക്കൾ എനിക്കുള്ളതാണ്. നമുക്ക് കക്ഷി രാഷ്ട്രീയമില്ല. സർക്കാരിനെ വിമർശിക്കും. കൊള്ളരായ്മ കണ്ട ഇപ്പോൾ മാറിയാണ് നമുക്ക് കേരളത്തിൽ സർക്കാർ വേണം. അത് ഏത് സർക്കാർ വന്നാലും ശരിയല്ലാത്തത് നമ്മൾ വിമർശിക്കുന്നതേ ഉള്ളൂ. അത് നമുക്കതിനുള്ളൊരു പൗര സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് സ്പീച്ചും ഒക്കെ ഉള്ളത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് കക്ഷി ബന്ധങ്ങളില്ല. എല്ലാ പാർട്ടികളും നല്ല സുഹൃത്തുക്കളുണ്ട്. ശരിയെന്നാൽ ഓക്കെ. ഏതായാലും ട്രെയിൻ വരുന്നുണ്ട്, അതൊന്നും കൂടെ നോക്കാം. ഈ തുരങ്കപാതയിൽ കൂടെ പോകുന്ന ട്രെയിനുകളെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ബൈൻഡ് അപ്പ് ചെയ്യാം. ശരി. അവിടെ നിന്നാണ് ട്രെയിൻ വന്നത്, അറിഞ്ഞില്ല. ട്രെയിൻ വന്നത് അറിഞ്ഞില്ല. ഞാനടുത്ത് അവിടെ നിന്ന് വരുമായിരിക്കുന്നു. ഇവിടെ ഒരു വെള്ള വര മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ് കൂടെ കാണാൻ പറ്റും. അല്ല ചേട്ടാ, ഇത് മേളിൽ കയറി മേളിൽ നിന്നാലും കണക്കല്ല, ഒരു വെള്ള വരയില്ലേ കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇത്രയും കിട്ടാനേ ഉള്ളൂ. ഇപ്പം കറക്റ്റായില്ലേ? കുറച്ചുകൂടെ സൂം ചെയ്യാൻ 2x സൂമിങ്ങേ ഉള്ളൂ. കണ്ട 2x ഉള്ളൂ. മറ്റ് വലിയ ക്യാമറയൊക്കെ ആകുമ്പോൾ നല്ല സൂമിങ് കിട്ടും. അപ്പോൾ അങ്ങനെ ടാറ്റ. ട്രെയിനും വന്നു, നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ പ്രാദേശിക 2 യുവാക്കളെ നമുക്ക് കാണാൻ സാധിച്ചു. എന്താ പേരെന്താണ്? കിരൺ. നമുക്കങ്ങനെ ഒരു കിരണ്ണൻ കിട്ടി. കണ്ടോ, വീഡിയോയുടെ അവസാന സമയത്ത് കിരണ്ണൻ കിട്ടി. എന്താ പേര്? ബിജുക്കുട്ടനും കിട്ടി. നമ്മുടെ ഇവിടെ ഈ തുരങ്കപാത സമീപപ്രദേശത്ത് താമസിക്കുന്നതാണ്. നിങ്ങൾ പഠിക്കുന്നതാ? ജോലി ഉണ്ടോ? എന്നാ വർക്ക് ചെയ്യുന്നത്? എറണാകുളത്താണ്. അപ്പോൾ ലീവിന് വന്നതാണ്. അപ്പോൾ രണ്ടുപേരും എറണാകുളത്താണ്? അല്ലല്ലേ, ഞാൻ ടൈൽസിൻ്റെ പണിക്ക്. നമ്മൾ തുടങ്ങിയിട്ട് 1 മാസമേ ആയുള്ളൂ. 2 മാസമായി. അതിനിടയ്ക്ക് 1 മാസം വയ്യാതെ കിടന്ന് ഇപ്പോൾ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ യൂട്യൂബിൽ എടുത്തിട്ട് ഇതെല്ലാം ഇനിയിപ്പോൾ യൂട്യൂബ് അവസാനം വരും. നമ്മൾ ഫോട്ടോ വരുമല്ലോ. അതും വരും.